RTA മീറ്റിംഗുകളിലെ പെർമിറ്റ് അപേക്ഷകളിൽ ഏജന്റുമാരും കച്ചവട താൽപര്യക്കാരും പിടിമുറുക്കുന്നതായി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഭാരവാഹികൾ. പെർമിറ്റുകൾ അനുവദിക്കുന്നതിലും അനുവദിച്ചതിലും സമഗ്ര അന്വേഷണം വേണമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഓരോ RTA മീറ്റിംഗിലും നൂറുകണക്കിന് പെർമിറ്റുകൾ ഉണ്ടായാൽ ബസ്സുകൾക്ക് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇപ്പോൾ ആദ്യകാലങ്ങളിലൊക്കെ 8 വർഷമെങ്കിലും പഴക്കമുള്ള ബസ്സുകൾക്ക് പെർമിറ്റ് അനുവദിച്ചിരുന്നു. ഇന്ന് ഏത് മോഡൽ കുറഞ്ഞ ബസ്സുകൾക്കും പെർമിറ്റിന് അപേക്ഷ നൽകാം. ഇത്തരത്തിൽ ചെറിയ മോഡൽ കുറഞ്ഞ ബസ്സുകളെടുത്ത് പെർമിറ്റ് ഉണ്ടാക്കി വിൽപ്പന നടത്തുകയാണ്. ഇത് കാലാകാലങ്ങളായി ഇത് ഉപജീവന മാർഗം കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് ബസ് സർവീസ് നടത്താൻ കഴിയാത്ത സ്ഥിതിയാണുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഈ റോഡിലൊക്കെ ഇന്ന് റോഡുകളിൽ വാഹനത്തിരക്ക്, ബസ്സുകൾക്ക് ഓടാൻ കഴിയാത്ത വിധത്തിലുള്ള തിരക്കുണ്ട്. അപ്പോൾ ഓരോ ബസ്സുകൾക്കും ഓടാൻ കഴിയാത്ത രീതിയിൽ വളരെ കുറഞ്ഞ സമയത്ത് 5-10 മിനിറ്റിൻ്റെ ഇടക്ക് ബസ്സുകൾക്ക് ഇന്ന് റൂട്ടിലുണ്ട്. അതോടെ KSRTC ഉണ്ട്. അതിനോടൊപ്പം തന്നെ പുതിയ പെർമിറ്റുകൾ കൂടി വന്നാൽ ഈ വ്യവസായത്തിൻ്റെ ഗതിവിഗതികൾ എങ്ങനെയാണ് പോകും എന്നതിനെക്കുറിച്ച് ഗൗരവമായി അധികൃതർ ആലോചിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിയമപരമായി പെർമിറ്റുകൾ അനുവദിക്കാൻ കഴിയാത്ത പെർമിറ്റുകളും മുൻപ് നടന്ന RTA മീറ്റിംഗുകളിൽ വേരിയേഷൻ പെർമിറ്റുകളും മാനദണ്ഡങ്ങൾ പാലിക്കാതെ അനുവദിച്ചിട്ടുണ്ടെന്നും ഇതിൽ പരാതി നൽകിയാലും നടപടി ഉണ്ടായിട്ടില്ല. റോഡിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധത്തിൽ റോഡുകളിൽ വാഹനത്തിരക്കും എല്ലാ ഭാഗത്തേക്കും മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ സ്വകാര്യ ബസ്സുകളും KSRTC ബസ്സുകളും ഉണ്ടെന്നിരിക്കെ ഓരോ തവണ നടക്കുന്ന RTA മീറ്റിംഗുകളിലും പുതിയ പെർമിറ്റുകൾ അനുവദിക്കുന്നത് മത്സര ഓട്ടങ്ങൾക്കും അപകടങ്ങൾക്കും വഴിവെക്കുമെന്നും ഭാരവാഹികൾ ചൂണ്ടിക്കാട്ടി. മുൻപ് 8 കൊല്ലമെങ്കിലും പഴക്കമുള്ള ബസ്സുകളിൽ മാത്രമായിരുന്നു പുതിയ പെർമിറ്റുകൾ അനുവദിച്ചു കൊടുത്തിരുന്നത്. ഇപ്പോൾ അത് മാറി ഏത് മോഡൽ കുറഞ്ഞ ബസ്സുകൾക്കും പെർമിറ്റുകൾ ലഭിക്കുന്ന സ്ഥിതിയിൽ 5940 രൂപ ഫീസ് അടച്ചാൽ പെർമിറ്റിന് അപേക്ഷകൾ നൽകാൻ സാധിക്കും. 18/12/2023 നടക്കുന്ന RTA മീറ്റിംഗിൽ 83 പുതിയ പെർമിറ്റുകളും 33 വേരിയേഷനുകളും അജണ്ടയിൽ കാണാൻ കഴിഞ്ഞു. കച്ചവട താൽപര്യപ്രകാരം ഏജന്റുമാരും പെർമിറ്റുകൾ ഉണ്ടാക്കി കച്ചവടം നടത്തുന്ന ലോബികളും ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ചില പെർമിറ്റുകൾ അനുവദിക്കുന്നതിൽ മൗനം പാലിക്കുന്നതായും സംശയമുണ്ടെന്നും പെർമിറ്റുകൾ അനുവദിച്ചാലും അനുവദിക്കുന്നതിലും സമഗ്ര അന്വേഷണം നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് മുസ്തഫ കളത്തുംപടിക്കൽ, ജനറൽ സെക്രട്ടറി MC കുഞ്ഞിപ്പ, ട്രഷറർ കുഞ്ഞിക്ക കൊണ്ടോട്ടി, വൈസ് പ്രസിഡന്റ് വാക്യത്ത് കോയ, ജോയിന്റ് സെക്രട്ടറി M ദിനേഷ് കുമാർ എന്നിവരും സംബന്ധിച്ചു. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കാറില്ലേ? എങ്കിൽ വരൂ സോഡിയാക് ഇലക്ട്രോണിക്സിലേക്ക്. മറ്റാർക്കും അവകാശപ്പെടാനാവാത്ത 35 വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം. എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, LED TV, മിക്സി, ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം. കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും, ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും. മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ണർ സോഡിയാക് ഇലക്ട്രോണിക്സ്, ട്രാഫിക് സർക്കിൾ, കോട്ടപ്പടി, മലപ്പുറം.